നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്തല അത്താണിയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും കേബിളുകളും മറ്റു വസ്തുക്കളും മോഷണം പോയി. മോഷ്ടിച്ച വസ്തുക്കൾ ചാക്കിൽ കെട്ടി കടന്നുകളയുന്ന മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പുലർച്ചെ 4:45 തൃത്താല അത്താണിക്കൽ കൊപ്പത്ത് ഇസഹാക്കിന്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങളും കേബിളുകളും മോഷണം പോയത്. പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ വയറിങ്ങിനായി ഉപയോഗിക്കുന്ന കേബിൾ ചുമരിൽ നിന്നും മുഴുവനായും മോഷ്ടാവ് കൊണ്ടുപോയി. 1.5 ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായതായാണ് നിഗമനം. സംഭവത്തിൽ വീട്ടുടമ പോലീസിൽ പരാതി നൽകി. മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം അടുത്ത മാസം തുറന്നുകൊടുക്കും. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടമാണ് ഉദ്ഘാടനത്തിന് സജ്ജമാകുന്നത്. ദീർഘകാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത്. 2021-22 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ 2 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. തുടർന്നാണ് പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണം അടുത്ത മാസത്തോടെ പൂർത്തിയാവും. നിർമ്മാണ പ്രവൃത്തികളുടെ അവസാനഘട്ട വിലയിരുത്തലിനായി മുഹമ്മദ് മോഹസിൻ MLA മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. ജില്ലയിൽ തന്നെ പ്രാഥമിക ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ കെട്ടിടമായി മുതുതല PHSയിലെ പുതിയ കെട്ടിടം മാറും. അടുത്ത മാസത്തോടെ കെട്ടിടം തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ദീർഘകാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന് ഫണ്ട് വെച്ചിരുന്നു. ഒരുപാട് കാലം സ്ഥലം നമുക്ക് ലഭ്യമാകാതെ ഇരുന്നിരുന്നു. സ്ഥലമേറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് നമ്മുടെ അണ്ണേങ്കോട്ടിൽ ഗോപാലൻ നമ്പ്യാരുടെ ഭാര്യ ഭാർഗവി അമ്മ പൂർണ്ണമായി സൗജന്യമായി ഇവിടെ ഈ നമ്മുടെ ടൗണിൽ തന്നെ മുതുതല ടൗണിൽ തന്നെ സ്ഥലം തന്നു. ഏതാണ്ട് 25 സെൻറ്റ് സ്ഥലം സൗജന്യമായി, കോടികൾ വില വരുന്ന സ്ഥലമാണ് അവർ സൗജന്യമായി ഈ ആശുപത്രിക്ക് വേണ്ടി തന്നത്. പ്രത്യേകം അവരെ സ്മരിക്കുകയാണ്. അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേര് മെമ്മോറിയലായിട്ട് ഈ ആശുപത്രിയുടെ പേരിന് ഒപ്പം ചേർത്തിട്ടുണ്ട്. ഇത്രയും തുകയുടെ സ്ഥലം സൗജന്യമായി തന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്ഥലം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. കെട്ടിടം നിർമ്മാണം ആരംഭിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സെപ്റ്റംബർ അവസാനമാണ് ഇതിൻ്റെ പൂർത്തീകരണത്തിനുള്ള ഡേറ്റ് അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ നന്നായി ഇതിൻ്റെ കരാറുകാർ ഇതിൻ്റെ നിർമ്മാണം PWD ബിൽഡിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമ്പോൾ ഡോക്ടർമാരും അതുപോലെ തന്നെ OP സൗകര്യങ്ങളാണ് ഉണ്ടാവുക, ലാബ് സൗകര്യം ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഫാർമസി, മികച്ചൊരു ഫാർമസി ഇവിടെ ഉണ്ടാവും. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PWD ഉദ്യോഗസ്ഥർ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 150ലധികം ചാക്കുകളിലായി സൂക്ഷിച്ച ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട 2 പ്രതികളെയും പോലീസ് പിടികൂടി. പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ സ്വദേശി അമീൻ, പട്ടാമ്പി കൂട്ടുപാത സ്വദേശി ഹുസൈൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ദേശമംഗലം പഞ്ചായത്തിന്റെയും വളത്തൂർ നഗർ പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമായ പള്ളം കൊറ്റമ്പത്തൂരിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന കോഴി ഫാമിലും വാഹനത്തിലും സൂക്ഷിച്ച നിലയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ചെറുതുരുത്തി പോലീസ് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടിച്ചെടുത്തത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 50 ലക്ഷത്തോളം രൂപ വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഞാൻ ഈ ഫാം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതൊരു കോഴി ഫാമിന് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ അവർ നമുക്ക് വാടകയ്ക്ക് എടുത്തു. പിന്നെ എന്താ നമുക്കറിയില്ല. അപ്പോൾ ഇവർ പിടിച്ചപ്പോൾ അറിയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇന്ന സാധനങ്ങളിരുന്നു. നമുക്കിതിൻ്റെ പ്രവേശനമില്ല. അവർ നമ്മളോട് ഇങ്ങനെ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ അവരൊരു ഷെഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്കറിയില്ല. നമ്മൾ വാടക കൊടുക്കണം, വാടക പഠിക്കണം. കോഴി ഇടാൻ വേണ്ടിയിട്ട് അവർ 2 ഷെഡ് വേറെ എടുത്തിട്ടുണ്ട്. ഒരു കോഴി ഇടാ എന്ന് പറഞ്ഞു, ഇതുവരെ ഇട്ടിട്ടും കാണാനില്ല. അപ്പോൾ അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇത് പിടിച്ചപ്പോഴാണ് ഇത്രയും വലിയ ഡേഞ്ചർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുന്നത്. ആരൊക്കെയാണ് ഫാം വാടകയ്ക്ക് എടുത്തത്? ഒരു ഉനൈസ് പറഞ്ഞ ഒരാളാണ്, അത് വട്ടുള്ളിയുള്ള. പിന്നെ ഒരാളുകൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അമീൻ പറഞ്ഞ ഒരാളോട് 2 ആൾ വന്നിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പ്രശസ്ത ചിത്രകാരനും ശില്പിയും ചിത്രകലാ അധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ഗണപത് പുരസ്കാരം പ്രശസ്ത ചിത്രകാരൻ മദനന് സമ്മാനിക്കും. കേരളീയ ചിത്രകലയ്ക്ക് മദനൻ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 28-ന് പെരിങ്ങോട് യൂത്ത് ലൈബ്രറി അങ്കണത്തിൽ നടക്കുന്ന ഗണപതി മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് മദനന് പുരസ്കാരം സമ്മാനിക്കും. പാരീസിലാണ് അദ്ദേഹം ജീവിതകാലം ഒട്ടുമിക്കതും ചെലവഴിച്ചത്. ഈ വർഷം നമ്മൾ ഇല്ലസ്ട്രേഷൻ രംഗത്തും
ഈ ഛായാചിത്ര രംഗത്തും വാട്ടർ കളറിൻ്റെ മേഖലയിലൊക്കെ തന്നെ അതിപ്രശസ്തനായ മാതൃഭൂമിയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന മദനനാണ് ഇപ്രാവശ്യത്തെ ചിത്രകലാ പുരസ്കാരം നൽകുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ മാഷ് വളരെ വിദഗ്ധനായിരുന്നു. പോർട്രേറ്റ്, മാഷൊക്കെ പോർട്രേറ്റ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഫോട്ടോ ആണോ വരച്ചതാണോ എന്ന് വേർതിരിച്ചറിയാത്ത രീതിയിൽ മാഷ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചില പടങ്ങളുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ സെലക്ഷൻ ചിത്രകലയിൽ ഉള്ളവർക്ക് വലിയ പ്രചോദനമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യുവചിത്രകാരന്മാരെ, കുട്ടികളെ കൂടി ഈ രംഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാഷ് നേരത്തെ പറഞ്ഞു, ഗുരുകുല സമ്പ്രദായത്തിൽ മാഷ് വീട്ടിൽ വെച്ച് ചിത്രകലാഭ്യസനം. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് BV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ KU കൃഷ്ണകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP റിജീന കുട്ടികൾക്കായി നടത്തിയ അഖില കേരള പെയിന്റിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന ചിത്രപ്രദർശനം പ്രശസ്ത ചിത്രകാരൻ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഗണപത് പ്രസിഡന്റ് വേണു പാലൂർ അധ്യക്ഷത വഹിക്കും. ബസന്ത് പെരിങ്ങോട്, മണികണ്ഠൻ പുന്നക്കൽ, ശശി കോതച്ചിറ എന്നിവർ സംസാരിക്കും. പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സംഘാടക സമിതിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും എല്ലാ അഭിപ്രായങ്ങളും സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാനതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഗണപതി മാഷ് ഒരു പ്രത്യേക ശൈലിയിൽ ഈ ചിത്രകലാരംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ ചിത്രകല അഭ്യസിക്കാൻ വരുന്ന എല്ലാ കുട്ടികളെയും തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി യാതൊരുവിധ മേലുകീഴ് പരിഗണനയൊന്നുമില്ലാതെ ചിത്രവര പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശീലം ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ പെരിങ്ങോട് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ശ്രീകല, വിനീത, സലിം, TV ഉണ്ണികൃഷ്ണൻ, V രാമചന്ദ്രൻ, A സേതുമാധവൻ, വിനോ മാധവൻ, ഭവദാസൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി അംഗം VV ബാലചന്ദ്രൻ, ഗണപത് പ്രസിഡന്റ് വേണു പാലൂർ, സംഘാടക സമിതി കൺവീനർ രേവതി വേണു തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി ടൗണിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ നടപടികളുമായി നഗരസഭ രംഗത്ത്. പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിച്ചിട്ടുള്ള ബോർഡുകൾ ഉടൻ സ്ഥാപിക്കും. പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും വ്യക്തമാക്കി. പട്ടാമ്പി ടൗണിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടിക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെതിരെ വ്യാപാരികൾ പ്രത്യക്ഷ സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭ ചൊവ്വാഴ്ച ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ അനധികൃത പാർക്കിംഗിനെതിരെയുള്ള നടപടികൾ തുടരാനാണ് തീരുമാനം. ടൗണിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും അറിയിച്ചു. പാർക്കിങ്ങിനും അതുപോലെ നോ പാർക്കിങ്ങിനായി സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CAക്ക് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട്. നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം പട്ടാമ്പിയിൽ നിന്ന് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡിലെ കുഴികൾ അത് ഏകദേശം ഇന്ന് അടച്ച് കമാനം വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് ബസ് സ്റ്റാൻഡ് വരേക്കും അത് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ PWD ഭാഗത്തുനിന്ന് KRFB ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അവരുടെ തീരുമാനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ഇപ്പോൾ മഴയായി ബന്ധപ്പെട്ടും കൊണ്ട് പാലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത 19-ാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ പണി തുടങ്ങുകയും ചെയ്തതിൽ തന്നെ നമുക്ക് ഒരുവിധം ട്രാഫിക് ജാമുകളെല്ലാം മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ടൗണിൽ എവിടെയെല്ലാം പാർക്കിംഗ് ചെയ്യാമെന്നതും അടയാളപ്പെടുത്തും. പഴയ മാർക്കറ്റ് റോഡിനോട് ചേർന്നുള്ള നഗരസഭയുടെ സ്ഥലത്ത് സൗജന്യ പാർക്കിങ്ങിനായി അനുവാദം നൽകുന്നുണ്ട്. അതേസമയം പഴയ KSRTC ബസ് സ്റ്റാൻഡിൽ പേ പാർക്കിംഗ് തന്നെ തുടരുമെന്നും വ്യക്തമാക്കി. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാനും കച്ചവടം സുഗമമാക്കാനുള്ള തീരുമാനങ്ങൾ മുനിസിപ്പാലിറ്റി എടുക്കുകയും മുനിസിപ്പാലിറ്റിയുടെ തീരുമാനങ്ങൾ ഏകദേശം പരിപൂർണമായി തന്നെ വേണമെങ്കിൽ പറയാം അത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യാപാരികളുടെ ചില നിർദ്ദേശങ്ങളും നഗരസഭയുടെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചില
സ്ഥലങ്ങളിൽ കർശനമായി നോ പാർക്കിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് ബസ്സുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ നിർത്തി ആളിറക്കാം, പക്ഷേ അവിടെ പാർക്കിംഗ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ സ്വീറ്റ് സിറ്റി മുതൽ ആ ഭാഗത്തേക്ക് നോ പാർക്കിംഗ് തീരുമാനം എടുത്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ 2 ഗേറ്റിൻ്റെ മുൻവശത്തും വാഹനങ്ങൾ നിർത്തി ആളെ ഇറക്കാം, പക്ഷേ അവിടെ പാർക്കിംഗ് ഇല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് മുതൽ താലൂക്ക് ആശുപത്രി വരെ പിന്നെ കർശനമായി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ഭാഗത്ത് ഒരു പേ പാർക്കിംഗ് ഉണ്ട്. നഗരസഭയുടെ ഒരു പാർക്കിങ്ങിന് നേരത്തെ പണം വാങ്ങിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അത് പരിപൂർണമായി സൗജന്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നഗരസഭ പാർക്കിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതോടുകൂടി ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാൻ കഴിയും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. പട്ടാമ്പിയിലേതിന് സമാനമായി റോഡിൽ മനുഷ്യജീവൻ പൊലിഞ്ഞാലേ കുഴിയടയ്ക്കൂ എന്ന ചോദ്യവുമായി കൂറ്റനാട്ടുകാർ രംഗത്ത്. കൂറ്റനാട് സെന്ററിൽ റോഡിൽ ആഴത്തിൽ കുഴികൾ രൂപപ്പെട്ടതോടെ അപകട ഭീതിയിലും പ്രതിഷേധത്തിലുമാണ് നാട്ടുകാർ. കൂറ്റനാട് സെന്ററിൽ പട്ടാമ്പി റോഡിലും എടപ്പാൾ റോഡിലുമെല്ലാം ആഴത്തിൽ കുഴികൾ രൂപപ്പെട്ടു. കുഴികളിൽ വാഹനങ്ങൾ വീണുള്ള അപകടങ്ങളും നിത്യസംഭവമായി മാറി. സ്കൂട്ടർ യാത്രികരായ 2 കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റത്. നമ്മുടെ ഈ എടപ്പാൾ റോഡിലുള്ള ഈ കുഴി വൈകുന്നേരങ്ങളിൽ ഒരുപാട് അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്. ഒരുപാട് യാത്രക്കാർ ബൈക്കുകാരായിട്ടും കണ്ടമാനം ആൾക്കാരിപ്പോൾ ഇന്നലെ വരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ പട്ടാമ്പി കഴിഞ്ഞ ദിവസം ഇതേപോലെ കുഴിയിൽ ഇറങ്ങിയിട്ട് ഒരാൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഒരാഴ്ചക്കിടെ 5 ബൈക്ക് അപകടങ്ങളാണ് ഈ ഭാഗങ്ങളിൽ സംഭവിച്ചത്. മഴ പെയ്താൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേത് കുഴിയതെന്നറിയാതെ അപകടയാത്ര നടത്തേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരോട് റോഡിലെ കുഴികളടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നമ്മുടെ നിലമ്പൂർ പെരുമ്പിലാവ്, അതുപോലെ തന്നെ പാലക്കാട് ഗുരുവായൂർ കോയമ്പത്തൂർ റോഡ് സംസ്ഥാന ഹൈവേകൾ സംഗമിക്കുന്ന ഈ കൂറ്റനാട് സെൻറ്റർ പ്രധാന അസംബ്ലി നിയോജകമണ്ഡലത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം കൂടിയാണ്. ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഈ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. നമ്മൾ നിരന്തരം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെയും ഇവിടുത്തെ അധികാരികളുടെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും മുന്നിൽ എത്തിക്കുന്നുണ്ട് ഈ ന്യൂസുകൾ. പക്ഷേ ഇന്ന് വരാം നാളെ വരാം അല്ലെങ്കിൽ മെറ്റീരിയൽസ് വന്നിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവരതിന് മാറി നിൽക്കുക. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പട്ടാമ്പിയിൽ ഇതുപോലെ ഒരു കുഴിയിൽ ഒരു ബൈക്ക് യാത്രക്കാരൻ വീണിട്ട് അതിന് ആ ആളുടെ മേലെ ഒരു വാഹനം കയറിപ്പോയി അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അതുപോലെ തന്നെ ഈ കുഴികളിൽ ഇനി ഇതുപോലെ വല്ല പൊതുജനങ്ങൾ ബൈക്കുകളായിട്ടോ മറ്റ് ചെറു വാഹനങ്ങളായിട്ടോ വന്നിട്ട് ചാടുന്നത് വരെ ഇവർക്ക് കാത്തിരിക്കും. ഒരു അപകടം നടന്നാൽ മാത്രമാണ് നമ്മുടെ അധികാരി കണ്ടത്. പട്ടാമ്പിയിൽ 3 ദിവസം മുമ്പാണ് ബൈക്ക് യാത്രക്കാരൻ കുഴിയിൽ മറിഞ്ഞു വീണ് ദേഹത്തിലൂടെ ബസ്സു കയറിയിറങ്ങി മരിച്ചത്. തുടർന്ന് പിറ്റേ ദിവസം തന്നെ അധികൃതരെത്തി കുഴികളടച്ചിരുന്നു. റോഡിലെ കുഴികളിൽ നിന്നുള്ള പൊടിശല്യം മൂലം കൂറ്റനാട്ടെ വ്യാപാരികളും ദുരിതത്തിലാണ്. CCTV ന്യൂസ് തൃത്താല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കായകൽപ്പ പുരസ്കാര നിറവിൽ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം. ഇത് 2ാം തവണയാണ് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ് പുരസ്കാരത്തിനാണ് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അർഹത നേടിയിരിക്കുന്നത്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക.
ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ഈ വർഷം ജില്ലയിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രം വിഭാഗത്തിൽ പുരസ്കാരം ലഭിക്കുന്ന ഏക ആരോഗ്യ കേന്ദ്രം കൂടിയാണ് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവാർഡിന് പരിഗണിച്ചത്. പുരസ്കാര മാനദണ്ഡങ്ങളിൽ 70% മാർക്കും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം കരസ്ഥമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷവും ഈ പുരസ്കാരം കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ തേടിയെത്തിയിരുന്നു. കൂട്ടായ പരിശ്രമമാണ് പുരസ്കാരത്തിന് പിന്നിലെന്ന് സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ MR ലീനാകുമാരി സൂചിപ്പിച്ചു. മലങ്കര ജേക്കബിറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ കുന്നംകുളം ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ ചാലിശ്ശേരി MPPM സൺഡേ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 156 പോയിന്റ് നേടിയാണ് ചാമ്പ്യന്മാരായത്. JSC പെങ്ങാമുക്ക്, സെന്റ് മേരീസ് ആര്യമ്പാടം സൺഡേ സ്കൂളുകൾ 2-3 സ്ഥാനങ്ങൾ നേടി. ആൻലിയ KA, ലെന മറിയ സിജോ, ഐറിൻ ചീരൻ, ഹന്ന കൊള്ളന്നൂർ എന്നിവർ യഥാക്രമം സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളിൽ വ്യക്തിഗത ചാമ്പ്യന്മാരായി. ആര്യമ്പാടം സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ പള്ളിയിൽ വെച്ചു നടന്ന സമാപന സമ്മേളനം MJSSA തൃശൂർ ഭദ്രാസന ഡയറക്ടർ CP ബെന്നി കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. ആര്യമ്പാടം പള്ളി വികാരി ഫാദർ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ അധ്യക്ഷനായി. വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. MJSSA തൃശൂർ ഭദ്രാസന സൺഡേ സ്കൂൾ സെക്രട്ടറി CG ജോസ് വട്ടുള്ളി, കുന്നംകുളം ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി, സെക്രട്ടറി സജീഷ് പെങ്ങാമുക്ക്, ആര്യമ്പാടം പള്ളി ട്രസ്റ്റി കുര്യാക്കോസ്, സെക്രട്ടറി എൽദോ, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപകർ എന്നിവർ സംസാരിച്ചു. വിജയികളെ പള്ളി വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി അഭിനന്ദിച്ചു. ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്ര രത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തന്ത്രശാസ്ത്ര പണ്ഡിതനായിരുന്ന ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായാണ് ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രഥമ ക്ഷേത്രരത്ന പുരസ്കാരം സമ്മാനിക്കുന്നത്. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച 3 മണിക്ക് തൃത്താലക്കൊപ്പം ഏസോൺ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പുരസ്കാര വിതരണമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചടങ്ങിലെ ഈ പുരസ്കാര സമർപ്പണവും അതിന് അന്നത്തെ ഉദ്ഘാടനം കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അവരുകളാണ്. പുരസ്കാര സമർപ്പണം നടത്തുന്നത് ബഹുമാന്യനായിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി അവർ നിർവഹിക്കുന്നു. അന്നത്തെ ആ ചടങ്ങിലെ വിശിഷ്ട അതിഥിയായിട്ട്, മുഖ്യ അതിഥിയായിട്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ അവറുകൾ പങ്കെടുക്കുന്നു. തന്ത്രശാസ്ത്രത്തിൽ ശ്രീധരൻ ചുമരത്ത് ദിവാകരൻ നമ്പൂതിരിപ്പാടിനും, ജ്യോതിശാസ്ത്രത്തിൽ മന്ത്രിൽ മഴു കപാലി നമ്പൂതിരിക്കും, വാസ്തുവിദ്യയിൽ കാണിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിക്കുമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. തന്ത്രശാസ്ത്രം, അതേപോലെ ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഈ 3 മേഖലയിൽ പ്രസിദ്ധരായിട്ടുള്ളവരേക്ക് രത്ന പുരസ്കാരങ്ങൾ, സ്മൃതി രത്ന പുരസ്കാരം, അതായത് ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മാരക സ്മൃതി പുരസ്കാരങ്ങൾ 3 മേഖലയിൽ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ചടങ്ങ് കൂടി ഈ ദിവസം നടത്തപ്പെടുകയാണ്. 2024 ആഗസ്റ്റ് 15 3 മണിക്ക് ഏസോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അത് ഈ സപ്തതി ആഘോഷത്തിനോടൊപ്പം അനുബന്ധിച്ചാണ് നടത്തപ്പെടുന്നത്. ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് തന്ത്രശാസ്ത്രത്തിലെ ഇന്ന് ധാരാളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് തന്ത്രിയായിട്ടുള്ള ശ്രീധരൻ ചുമരത്ത് ദിവാകരൻ നമ്പൂതിരിപ്പാട്, അതേപോലെ ജ്യോതിഷത്തിൽ തളിപ്പറമ്പിലുള്ള മാന്ത്രിൽ മഴൂർ കപാലി നമ്പൂതിരി, തച്ചുശാസ്ത്രം അതായത് ക്ഷേത്ര ശില്പശാസ്ത്രത്തിലെ ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് എന്നീ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾക്കാണ് 15,001 പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. ഇതോടൊപ്പം ഇക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ സപ്തതി ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സപ്തതി ആഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കുകയും ചെയ്തു. കൊളത്തൂർ ആദിത്യാശ്രമം മഠാധിപതി ചിനാന്തപുരി സ്വാമികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി പുരസ്കാരം സമ്മാനിക്കും. മുതുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി മറ്റു ജനപ്രതിനിധികളും പങ്കെടുക്കും. സപ്തതി ആഘോഷത്തിനായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ ഗഡുവായ 50,000 രൂപ ഇതിനകം കൈമാറിയതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ തന്ത്രി ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാട്, മടലാപ്പള്ളി പരമേശ്വര നമ്പൂതിരി, സജീഷ് കോലഞ്ചേരി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. അത് നമ്മൾ വയനാട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരു കൈത്താങ്ങ് എന്നുള്ള നിലയ്ക്ക് ആ ആഘോഷ പരിപാടികളൊക്കെ ഒന്ന് കുറച്ച്
അതിൽ കുറച്ച് പൈസ നമുക്ക് അതിൽ സമാഹരിക്കാൻ സാധിച്ചു. ആ സമാഹരിക്കാത്ത പൈസ നമ്മൾ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന ചെയ്യാൻ കുറച്ചും കൂടി ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് 50,000 രൂപ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർക്കിടക മാസാചരണം നടത്തി. രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ഭഗവത് സേവ എന്നിവയും നടന്നു. മുൻ ശബരിമല മേൽശാന്തി തെക്കിനേടത്ത് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. 2025 മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷം പ്രൗഢഗംഭീരമായി നടത്താനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പരിപാടികൾക്ക് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് നിഗമനം. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മുളങ്കുന്നത്തുകാവ് മോർച്ചറിയിലേക്ക് മാറ്റി. ഇതിനെപ്പറ്റി ഏതൊരു ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് വീണതായിരിക്കാനാണ് സാധ്യത. ട്രാക്കിൽ നിന്ന് അവർ വരുമ്പോൾ ഡോറ് അടഞ്ഞിട്ട് ആൾ പുറത്ത് പോയതായിട്ടാണ് തോന്നുന്നത്. തലടിച്ചിട്ട് വീണക്കണത്. ഈ പരിസര പ്രദേശത്തുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. ഒന്നുകിൽ അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ഇവിടെ ജോലിക്ക് വന്ന ഒരു കുട്ടിയാണ്. ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി, ചെറുപ്പം കുട്ടിയാണ്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നോക്കി കുട്ടികളുടെ അവിടെ രേഖകളൊന്നും കാണാനില്ല. ഇനി പോലീസ് വന്നാൽ മറ്റു രേഖകൾ പരിശോധിച്ചാൽ ആളെ അറിയാം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.